Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണായ പോക്കോ F3 GT ആണ്. അപ്പോൾ പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ് 2018 പോക്കോ F1 ലോഞ്ച് ചെയ്തിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം പോക്കോ വീണ്ടും സജീവമായി സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പോക്കോ F2 എവിടെ? അപ്പോൾ പോക്കോ F2 പ്രോ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് യൂറോപ്പിൽ ഇറങ്ങിയിരുന്നെങ്കിലും ഇന്ത്യയിൽ ആ വേരിയൻറ്റ് ഇറങ്ങിയില്ല. പോക്കോ F2 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ അതേപോലത്തെ ഒരു സ്മാർട്ട് ഫോണായിട്ടാണ് പോക്കോ F3 GT കാണാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ പോക്കോ F2 ഇനി വരാൻ പോണില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പോക്കോ F2നെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മുന്നോട്ട് പോകുന്നത് പോക്കോ F3 GT ആയിട്ടാണ്. അപ്പോൾ പോക്കോ F3 GTൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോക്കോ F1 പോലെ തന്നെ വളരെ പവർഫുൾ ഹാർഡ്വെയറും അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിലും ആയിരിക്കും വരിക. പക്ഷേ പോക്കോ F1ൻ്റെ വിലയൊന്നും ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് 10-bit AMOLED പാനലാണ്, അതേപോലത്തെ ഡിമെൻസിറ്റി 1200 ചിപ്പാണ്, 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്, ഫുൾ ഗ്ലാസ് ബോഡിയാണ്, അതേപോലെ തന്നെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ GT എഡീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു എഡീഷനാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഗെയിമേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ ആണ് പോക്കോ F3 GT വരുന്നത്. അപ്പോൾ ഇതാണ് പോക്കോ F3 GTൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്, ഞാൻ വിട്ടുപോയി. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്, 5G ഫോണാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും ഇതിൻ്റെ ഗെയിമിംഗ് ആസ്പെക്ട്സും ഇതിൻ്റെ മാഗ്നറ്റിക് ട്രിഗേഴ്സും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് പോക്കോ F3 GTൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിമെൻസിറ്റി 1200 ചിപ്സെറ്റാണ് വരുന്നത്. 5G എനേബിൾ ചിപ്സെറ്റാണ്. നമുക്ക് കാണാം 5G എഴുതിയിരുന്നു, മെയ്ഡ് ഇൻ ഇന്ത്യ പോക്കോ F3 GT. ഇനി നമുക്ക് ബോക്സിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി കാണാം. നമുക്ക് ഡൈമെൻസിറ്റി 1200 5G പ്രോസസ്സർ, 6 നാനോമീറ്റർ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതായത് ഇപ്പോൾ മീഡിയ ടെക്കിൻ്റെ ഏറ്റവും പവർഫുള്ളായ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഡിമെൻസിറ്റി 1200. പിന്നെ സ്മാർട്ട് AMOLED ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 1 ബില്യൺ കളേഴ്സ് ആൻഡ് HDR10+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതാണ് സ്മാർട്ട് AMOLED ഫുൾ HD ഡിസ്പ്ലേ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 67 വാട്ട് സോണിക് ചാർജ് 3.0. ഈ അടുത്ത് നമ്മൾ സോണിക് ചാർജ് 3.0ൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതേ ചാർജറാണ് ഇതിനകത്ത് കിട്ടുന്നത്. 5065 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ലാർജ് വേപ്പർ ചേംബർ ആൻഡ് ഗ്രാഫൈറ്റ് ഷീറ്റ്സ്. ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജ് വേപ്പർ ചേംബറും ഗ്രാഫൈറ്റ് ഷീറ്റ്സും അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗെയിം ടർബോ 5.0, 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഇത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേക്ക് വരുന്നത്. അതേപോലെ 64 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ. പിന്നെ ടാക്റ്റിക്കൽ ഗ്ലോ ലൈറ്റിംഗ്, ഒരു ഗ്ലോ ലൈറ്റിംഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ്. ഡ്യുവൽ ചാനൽ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ പോക്കോ നമുക്ക് ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ അറിയത്തില്ല, പക്ഷേ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. പ്രെഡേറ്റർ ബ്ലാക്ക് എന്നാണ് ഈ വേരിയൻ്റെ കളറിൻ്റെ പേര്. 8GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സാർ വാല്യൂ ഒക്കെ വളരെ കുറവാണ് ആക്ച്വലി. ഇവിടെ കണ്ടില്ലേ, ഹെഡ്സ് ആർ 0.815 ബോഡീസ് ആർ 0.45 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാർ വാല്യൂ. അപ്പോൾ നമുക്ക് പോക്കോ F3 GTൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ പോക്കോ എന്ന് പറഞ്ഞ വേറെ ചെറിയ ബോക്സ് കാണാം. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ്, സിം ഇജക്റ്റ് പിന്നെ ഒരു മാനുവലാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ ഇതാണ് കേസ്. നമ്മൾ സ്റ്റാൻഡേർഡ് TPU കേസാണ്, കണ്ടില്ലേ, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു TPU കേസ്, നമുക്ക് ജനറൽ യൂസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കേസാണ്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സിം ട്രേ ഉണ്ടല്ലേ, നാനോ സിം ട്രേന് 2. അപ്പോൾ ഇവിടെ നമുക്ക് SD കാർഡ് സപ്പോർട്ട് ഇല്ല ആക്ച്വലി, നാനോ സിം ട്രേ മാത്രമേ ഉള്ളൂ, SD കാർഡ് ഇല്ല. പിന്നെ ഇതിനകത്ത് ബാക്കി ഗോറില്ല ഗ്ലാസ് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു Type-C to 3.5mm ഹെഡ്ഫോൺ അഡാപ്റ്റർ. ഈ ഫോണിൽ Type-C പോർട്ടാണ്, ഹെഡ്ഫോൺ ജാക്കില്ല, അതായത് ഓഡിയോ ജാക്ക് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഒരു Type-C to 3.5mm ഓഡിയോ അഡാപ്റ്റർ. നമ്മളിതൊരു ഷവമീൻ്റെ സ്മാർട്ട് ഫോണിലും കണ്ടായിരുന്നു, ഈ അടുത്തിറങ്ങിയ 2-3 ഫോണിൽ ഇത് വന്നായിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന ഫോണാണ്. അപ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ
ഒരു 67 വാട്ട് അവർ വാട്ട് ചാർജറാണ് വരുന്നത്. ഇപ്പോൾ സോണിക് ചാർജ് നമ്മൾ ഈ അടുത്ത് റിവ്യൂ ചെയ്ത സോണിക് ചാർജ് തന്നെയാണിത്. 67 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു USB കേബിളാണ്, വളരെ ഒരു ഭംഗിയുള്ള USB കേബിൾ, ഒരു യെല്ലോ കളറിൽ പോക്കോൻ്റെ ബ്രാൻഡിങ്ങോടുകൂടിയുള്ള, പോക്കോൻ്റെ പൊതുവെ കളർ യെല്ലോ ആണല്ലോ, അപ്പോൾ പോക്കോൻ്റെ ഒരു കളർ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത് ഈ കേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ കേബിൾ വെച്ച് നമുക്ക് 67 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കേബിൾ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാർജിങ് ഒക്കെ പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻ്റർഫേസും ബാക്കിയുള്ള കാര്യങ്ങൾ, ഗെയിമിംഗ് ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പോക്കോ F3 GT ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈൻ എലിമെൻറ്റ്സ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്മി K40 ഗെയിമിംഗ് എഡിഷനിലെ പോലെ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ക്യാമറ ലേ ഔട്ട് കാണാം. ക്യാമറയുടെ രണ്ട് സൈഡിലും ഒരു സ്പെഷ്യൽ ലേ ഔട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷിൻ്റെ ആക്ച്വൽ ഇത് ഫ്ലാഷിനെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ ഒരു ഭംഗിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയ ഫോണാണ്. അപ്പോൾ ഫ്ലാഷിൻ്റെ രൂപം, ആ ഫ്ലാഷിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സെൻട്രലി ഒരു പാറ്റേൺ റൺ ചെയ്യുന്നുണ്ട്, പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം. രണ്ട് സൈഡിലും വേറൊരു പാറ്റേൺ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡിവൈസിൻ്റെ സൈഡിൽ ഒരു കർവേച്ചർ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഈ അറ്റം ഫ്ലാറ്റാണ്, രണ്ട് സൈഡും കണ്ടില്ലേ, ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു വോളിയം റോക്കർ കീസാണ്. ഇവിടെ ഒരു സെക്കൻഡറി മൈക്രോഫോൺ, ഇൻഫാക്ട് 3 മൈക്രോഫോണാണ് ഇതിനകത്തുള്ളത്. താഴെ ഒരെണ്ണം, നടുക്ക് ഒരെണ്ണം, മുകളിൽ ഒരെണ്ണം. അപ്പോൾ എന്താ വെച്ചാൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ബെസൽസാണ് കൊടുത്തിരിക്കുന്നത്, താഴെയും മേളിൽ. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കാണാം. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് പവർ ബട്ടനാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. താഴെ നമുക്ക് സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. സ്പീക്കറിൻ്റെ ഗ്രില്ലുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഉണ്ടോ, വളരെ ഒരു ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മേളത്തെ ഗ്രില്ലാണെങ്കിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഡിസൈൻ എലിമെൻറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം. പിന്നെ ഇവിടെ നമുക്ക് USB Type-C പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇത് 10 ബിറ്റ് AMOLED ഡിസ്പ്ലേ ആണ്. നമ്മൾ ഈ അടുത്ത് Mi 11 ലൈറ്റിൽ കണ്ട പോലെ തന്നെ 10 ബിറ്റ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതാണ്, നല്ല സ്മൂത്തായ ഡിസ്പ്ലേയുടെ കളേഴ്സിൻ്റെ കാര്യമാണെങ്കിലും വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ആണെങ്കിലും വളരെ മികച്ചൊരു പാനലായിട്ട് എനിക്ക് തോന്നിയത്. നല്ല കളേഴ്സാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഗൂറില ഗ്ലാസ് ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിലും ഗൂറില ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡിസൈനിൽ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് ഗെയിമിംഗ് ഓപ്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് 2 ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്. നമ്മൾ ഗെയിമിംഗ് ഫോണിൽ കാണുന്ന മാതിരി 2 ട്രിഗേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ 2 ബട്ടൺസ് ആണ് കേട്ടോ. ഈ ബട്ടൺസ് നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഗെയിമിംഗ് ട്രിഗേഴ്സ് പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഇത് ആക്ച്വലി കണ്ടാവും കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ സൈഡിലേക്ക് ആക്കുമ്പോൾ കാണിച്ചു തരാം, കുറച്ചുകൂടെ ക്ലോസറായിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, അത് ഫ്ലഷ്ഡ് ആയിട്ട് താഴോട്ട് പോകും. അതാണ് ആ ഗെയിമിംഗ് ഓപ്ഷൻസ്. ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ്, ഈ ബട്ടൺ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി വരും, ബട്ടൺ ക്ലോസ് ചെയ്യുമ്പോൾ അത് അടയ്ക്കും. അപ്പോൾ അതാണ് ഗെയിമിംഗ്. 2 സൈഡിൽ അതേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഗെയിമിംഗ് ഓപ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഗെയിമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫയർ ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ 2 ഓപ്ഷൻസ് അഡീഷണൽ വരുന്നുണ്ട്. സ്ക്രീനിലെ കൺട്രോൾസിൻ്റെ പുറമേണിത് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്ലഷ് ആയി പോകും ഡിസൈനിലേക്ക്. ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു മാഗ്നറ്റിക് ആണ്. അതാണ് മാഗ്നറ്റിക് ബട്ടൺസ് എന്ന് വേണമെങ്കിൽ പറയാം. മാഗ്നറ്റിക് സെൻസേഴ്സ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമൽ മാഗ്നറ്റിൻ്റെ മെക്കാനിസം വഴിയാണ് അത് യൂസ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഗെയിമിംഗ് ട്രിഗേഴ്സിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI 12.5 ആണ്. MIUI 12.5 നമുക്കറിയാം വളരെ മികച്ചൊരു ഇംപ്രൂവ്ഡ് UI ആണ് 12-നേക്കാളും. ഇവിടെ നമുക്ക് വരുന്നത് 8 GB ഓഫ് റാമും നമുക്ക് സ്റ്റോറേജ് 128 GB ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് മറ്റ് വേരിയൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് നമുക്ക് കിട്ടിയ വേരിയൻറ്റ്. Android 11 ആണ് വരുന്നത്. പിന്നെ MIUIയിൽ നമുക്ക് റെഗുലറായി കാണുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ റെഗുലറായി കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ LED ലൈറ്റ് ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, ഒരു RGB ലൈറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ആക്ച്വലി കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ലൈറ്റ് കണ്ടില്ലേ, അത് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, കീപ്പ് ഓൺ വൈൽ ചാർജിങ്, യൂസ് ഫോർ ഇൻകമിങ് കോൾസ്. അപ്പോൾ കോൾസ് വരുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനെ ഗെയിം ടെർബോ, അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ആക്ച്വലി ലോ ചാർജ് ആണെങ്കിൽ റെഡ് ആയിരിക്കും. പിന്നെ ഒരു മീഡിയം ചാർജ് ആണെങ്കിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും. പിന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീൻ ആവും ആ ലൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ആ ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സൈഡിലും നമുക്ക് ലൈറ്റും കിട്ടുന്നതാണ്.
പിന്നെ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 64 മെഗാ പിക്സൽ ക്യാമറയും പിന്നെ ഒരു അൾട്രാ വൈഡും ഒരു ടെലിഫോട്ടോ മാക്രോ സെൻസറാണ് വരുന്നത്. ഡെപ്ത് സെൻസർ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി ക്യാമറ UI കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാമറ UI നമ്മൾ റെഗുലറായി MIUI കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് 4K 30 FPS ഉണ്ട്, 1080p 60 FPS 1080p 30 FPS ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, ഇവിടെ മോഡിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡ്, 64 മെഗാ പിക്സൽ മോഡ്, AI വാട്ടർമാർക്ക്, ക്ലോഡ് മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഒമ്നി വിഷൻ സെൻസറാണ്. 64 മെഗാ പിക്സൽ ഒമ്നി വിഷൻ സെൻസറാണ് പോക്കോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗെയിമിംഗ് സെൻട്രിക് സ്മാർട്ട് ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഗെയിമിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ ഇതിനകത്ത് അഡീഷണൽ ഇൻക്ലൂഡറാണ്. പിന്നെ ഗെയിം ടെർബോ മോഡും അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ. പിന്നെ കൂളിംഗ് ആണെങ്കിൽ പോലും ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് മെക്കാനിസം എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇതായിരുന്നു ബേസിക് ഒരു ആസ്പെക്റ്റ് ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറേൻ്റെ UI നമ്മൾ കണ്ടു, ക്യാമറ സാമ്പിൾസും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ F3 GT എടുത്ത ക്യാമറ സാമ്പിൾസും. അപ്പോൾ വിശദമായി നമ്മൾ ക്യാമറ അനലൈസ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷൻസിൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് Dimensity 200 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. ഇത് മീഡിയ ടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇൻഫാക്ട് ക്വാൾകോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പോലെ തന്നെ മീഡിയ ടെക്കിൻ്റെയും ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് Dimensity 1200 ചിപ്പ്. ഇതിനകത്ത് 5G സപ്പോർട്ടും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് 8GB റാമാണ് വരുന്നത്, 128GB സ്റ്റോറേജാണ് വരുന്നത്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറഞ്ഞാൽ 5065 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 67 വാട്ട് ചാർജിങ്ങും ഇൻക്ലൂഡറാണ്. അപ്പോൾ ചാർജിങ് സ്പീഡൊക്കെ നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. എങ്കിലും നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി നമുക്ക് തീർച്ചയായിട്ടും പറയാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററി. പിന്നെ ഫോം ഫാക്ടറിൻ്റെ കാര്യം പറയുന്നത് വളരെ മികച്ച ഒരു ഫോം ഫാക്ടറാണ് വരുന്നത്. നല്ലൊരു ഇൻ ഹാൻഡ് ഫീലിംഗ് കിട്ടുന്നത്, വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പോക്കോ ബ്രാൻഡിങ്ങും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പ്രീമിയംനെസ് തരുന്ന ഒരു ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പോക്കോ F3 GTൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.